30 വർഷത്തെ കോടതി ജീവിതം ജസ്റ്റിസ് എം കെ മേനോൻ ഒരുപാട് ശത്രുക്കളെ സമ്മാനിച്ചിട്ടുണ്ട്. ഏക മകൻ, അതും സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്കിൽ പാസ്സായവൻ കൊലക്കേസിൽ പ്രതിയായി അകത്തു പോയിരിക്കുകയല്ലേ. ആരുമില്ലാത്തവർക്ക് ഭഗവാൻ തുണയുണ്ടാവും ഏതെങ്കിലും ഒരു രൂപത്തിൽ. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. വിളിക്കേ? വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. ചവിട്ടി നെഞ്ചുകൂടി ഞാൻ പൊളിക്കും. ഇവിടെ കളിയിറക്കാൻ പണപ്പള്ളിക്കാരെ പറപ്പിച്ച പോലെ പോവല്ലേ? ഇത് ഭാസ്കരനാ. എടുക്കടാ. കൈവച്ച ഭാസ്കരൻ എടുക്കാൻ ഇത്തിരി വൈകും. അവൻ നിങ്ങളുടെ പിച്ചാത്തിപ്പിടി വന്നു കയറിയാലും നിങ്ങളുടെ കൈ വിറയ്ക്കും. ഇന്ദുചൂടൻ എന്ന അവന്റെ പേര്. ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന എന്റെ വല്യമ്മച്ചയെ അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടും ഞാൻ. അവനെ അങ്ങനെ കൊല്ലാൻ പരിപാടി ഇല്ല എനിക്ക്. കിട്ടും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. എന്റെ അച്ഛന്റെ ചിതാഭസ്മം അവന്റെ തന്തയുടെ ശവത്തിന്റെ നെഞ്ചി ചവിട്ടി എനിക്ക് പുഴയിലേക്ക് കൊണ്ടുപോകണം. Shall I remind you something? ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല. നീ കണ്ടോ? ഇന്ദുകല മുടി ചൂടിയ മഹേശ്വരന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ വരും. തൂണ് പിളർന്നും വരും. സംഹാരത്തിന്റെ അവതാരമായി അന്ന് ഞാൻ വരും. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കണം. കോട്ടയക്കാൻ ലട്ടി വാസുദേവൻ.